ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. വൺ നേഷൻ വൺ എലക്ഷൻ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. അപ്പോൾ രാജ്യം മൊത്തം ഒരേ സമയം അല്ലെങ്കിൽ ഒരേ ദിവസം ഒരേ സമയം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരേ ദിവസം തിരഞ്ഞെടുപ്പുകളെല്ലാം ഒരുപോലെ നടത്തുവാനായിട്ട് രാജ്യം മൊത്തം എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതോടൊപ്പം അങ്ങനെയുള്ള രാജ്യം മൊത്തം ഒരേ സമയം ഒരേ ദിവസം ഇലക്ഷൻ നടത്തുവാനായിട്ടുള്ളൊരു നിയമം കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അതിനെയാണ് വൺ നേഷൻ വൺ എലക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അതായത് 28 സംസ്ഥാനങ്ങൾ, അതോടൊപ്പം 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അതോടൊപ്പം ഡൽഹി, ജമ്മു കാശ്മീർ, പോണ്ടിച്ചേരി, പുതുച്ചേരി അല്ലെങ്കിൽ അവിടേക്കുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ, അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരേ സമയം ഒരേ ദിവസം നടത്തുവാനായിട്ട് സർക്കാർ ഇങ്ങനെ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോഴതിനെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാന്, അതോടൊപ്പം നേപ്പാൾ, അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, നേപ്പാൾ, അതോടൊപ്പം സ്വീഡന്, ബെൽജിയം എന്നിവിടങ്ങളിലെല്ലാം ഈ ഒരു ഫോർമുലയാണ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇന്ത്യ ഭാവിയിലേക്ക് അങ്ങനെ പോകുവാനായിട്ടാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം സ്വാതന്ത്ര്യത്തിന് ശേഷം, അതിന് ചരിത്രം നോക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം ഈ ഒരു രീതിയിലായിരുന്നു നടന്നിരുന്നത്. അതായത് ഏകദേശം 1967 വരെ ഈ ഒരു രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നത്. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 1968, 1969 കാലഘട്ടങ്ങളിൽ ചില സംസ്ഥാന സർക്കാരുകൾ പിരിച്ചുവിടുകയും അങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നത് പിന്നീട് താറുമാറിലായതെന്ന് പറയാം, അവതാളത്തിലായതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുവാനായിട്ട് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് സർക്കാരും ഇങ്ങനെ പ്ലാൻ ഇടുന്നുണ്ട്. ഇത് ഇലക്ഷന് മുമ്പ് തന്നെ നരേന്ദ്രമോദി പ്രചരണത്തിലെല്ലാം പറഞ്ഞിരുന്നു. 2014 മുമ്പ് തന്നെ ഇത് പറഞ്ഞിരുന്നു. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുമെന്ന്. അപ്പോൾ ആ ഒരു പരിഗണന ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് ആ ഒരു സംഭവം എന്നത്. അത് പാർലമെൻറ്റിൽ ചർച്ചാ വിഷയമാകാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് മുതൽ, അതായത് ഏറ്റവും താഴെ പഞ്ചായത്ത് മുതൽ ലോക്സഭ വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരേ ദിവസം ഒരേ സമയം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരേ ദിവസം ആക്കുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആക്കുവാനായിട്ടാണ് സർക്കാരിൻ്റെ പദ്ധതി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതെന്ന് പറയാം. ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ്. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, അതോടൊപ്പം നേപ്പാൾ, അതോടൊപ്പം സ്വീഡനും ബെൽജിയം, യൂറോപ്യൻ രാജ്യങ്ങളായ സ്വീഡനും ബെൽജിയം എല്ലാം ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് നമ്മളിങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം. പിന്നീട് 1967 ശേഷമാണ് വീണ്ടും അത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറിയെന്ന് പറയാം. വൺ നേഷൻ വൺ എലക്ഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.